ഈ മസ്ജിദുകളുടെ പരിപാലനം, അതിൻ്റെ നടത്തിപ്പ്, അതിൽ ചിലയിടങ്ങളിൽ കീഴ്വഴക്കങ്ങളും പാരമ്പര്യവുമൊക്കെ അനുസരിച്ച് വരിക്കാരും കുടുംബക്കാരും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളുമൊക്കെ ചേർത്തെഴുതി ഞങ്ങൾ എഴുതി വച്ചിരുന്ന ബൈലാപ്രകാരം അങ്ങനെയായിരുന്നു എന്നൊക്കെ അവകാശപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നിടമുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കാലോചിതമായ ബൈലാ ഭേദഗതികളൊക്കെ വരുത്തി ജനാധിപത്യ പ്രക്രിയയിലൂടെ ആ ജമാഅത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിലെ ജനപ്രതിനിധികളായി തീർന്ന് അവിടുത്തെ വിശ്വാസികളുടെ പിന്തുണ തേടി അധികാരത്തിലെത്തി ഭരണം നടത്തുന്ന ഒരു സംവിധാനവുമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസങ്ങളെ സംബന്ധിച്ച് ചിലരെങ്കിലുമൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട്, നിലപാട് പറയണം എന്ന് പറയാറുണ്ട്. ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയണം എന്ന് തോന്നിയത്. ഈ പല പള്ളികളിലും പഴയ പാരമ്പര്യമനുസരിച്ച് പല ബൈലകളും എഴുതിയുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം കുടുംബം, 2-ാം കുടുംബം, 3-ാം കുടുംബം, അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പടച്ച തമ്പുരാനോ റസൂലോ, പിന്നെ അതാണല്ലോ ആത്മീയമായ ഭരണഘടനയായി നമ്മൾ കാണുന്നത്. ഇനി രാജ്യത്തിൻ്റെ ഭരണഘടനയോ ഒന്നും അത്തരത്തിലുള്ള സവിശേഷമായ തമ്പ്രാൻ വേടഭാവങ്ങളെയൊന്നും പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. തുല്യതയുള്ള മനുഷ്യരാണ്. ഒരു ജീവൻ ഒരാൾക്ക് എല്ലാവർക്കും നൽകുന്നത് പോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു കബറിടം എല്ലാവർക്കും അതുപോലെ തന്നെ സവിശേഷമായി നൽകിയിട്ടുണ്ട്. ഒറ്റ റൂഹാണ് നൽകിയിട്ടുള്ളത്. ആ റൂഹിനെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കണമെന്നും അതെല്ലാം തുല്യമാണെന്നും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം വ്യത്യാസങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെ കീഴ്വഴക്കങ്ങളനുസരിച്ച് നമ്മൾ ഈ മുട്ടയിലെഴുത്ത് കമ്മിറ്റി ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സംവിധാനമുണ്ട്. നമ്മൾ സാധാരണ ഈ ഓട്ടോക്രാറ്റിക് സംവിധാനത്തിൽ ലീഡർഷിപ്പിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അതെന്താണെന്നറിയോ? ഇഫ് ബോസ് ഈസ് റൈറ്റ് എവറിത്തിങ് ഈസ് റൈറ്റ്, ഇഫ് ബോസ് ഗോസ് റോങ് എവറിത്തിങ് ഈസ് റോങ്. യഥാർത്ഥത്തിൽ ഈ മുട്ടയിലെഴുത്ത് നിലപാടിൻ്റെയും ഒരു സംഗതി അങ്ങനെയാണ്. അത് നയിക്കുന്നവർ വളരെ സൂക്ഷ്മതയുള്ളവർ, വളരെ ജനാധിപത്യവാദികൾ, വളരെ സുതാര്യതയുള്ളവർ, ഈ മസ്ജിദുകളോടും അത്തരം കാര്യങ്ങളോടും വലിയ സമർപ്പണ മനോഭാവമുള്ളവർ, തങ്ങളുടെ കുടുംബത്തിലും തങ്ങളുടെ സ്വകാര്യ വസ്തുവകകളിലും ഉണ്ടാകുന്നത് പോലെയുള്ള വളർച്ചയും ഉയർച്ചയും തങ്ങളുടെ മസ്ജിദിനും. കാരണം ആ സ്വകാര്യ വസ്തുവിൽ 10, 50, 60 വർഷമല്ലേ ജീവിക്കുന്നുള്ളൂ. ഒരു പള്ളി ഖബർസ്ഥാനിൽ എത്രയോ വർഷങ്ങളാണ് നമ്മൾ ഉറങ്ങേണ്ടത്. അല്ലെങ്കിൽ അവിടെ നമ്മുടെ ശരീരം അലിഞ്ഞു ചേർന്ന മണ്ണിൽ അങ്ങനെ ലയിച്ചു ചേരേണ്ട ഇടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അതങ്ങനെ പോവും. മറ്റൊരാളും അതിലൊരു പരിഭവവും പറയാറില്ല. അതേ കണ്ടില്ലേ, അവർ 10, 25 പേർ ചേർന്ന് അല്ലെ 30 പേർ ചേർന്ന് അവരുടെ സമ്പത്തും സമയവും ഒക്കെ ചിലവാക്കി എങ്ങനെ ഇരുന്നൊരു പള്ളിയായിരുന്നു, എങ്ങനെ ഇരുന്നൊരു ചുറ്റുപാടായിരുന്നു. നോക്കൂ, അവരെ ഏറ്റെടുക്കുമ്പോൾ എത്ര സ്ഥലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് വർദ്ധിപ്പിച്ച് ഇത്രയും ഹെക്ടറുകളാക്കിയില്ലേ. അല്ലെങ്കിൽ അവർ അധികാരമേൽക്കുമ്പോൾ എത്രയായിരുന്നു ഇവിടുത്തെ ഈ സേവകരുടെ, ഹിദ്മത്തുകാരുടെ, ഇമാമിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ശമ്പളം. ഇപ്പോൾ ഇത്ര ഇരട്ടിയാക്കിയില്ലേ. പള്ളിക്ക് ഇത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയില്ലേ, സ്കൂളുണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കിയില്ലേ, വസ്തു വാങ്ങിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ആളുകളെ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളെ കണ്ണടച്ച് സമൂഹം പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനൊക്കെ വിരുദ്ധമായാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ഏറ്റവും മനോഹരമായ മാതൃക വിശ്വാസി സമൂഹം ചേർന്ന് ഒരു ജനകീയവും സുതാര്യവും ജനാധിപത്യപരവുമായ പ്രക്രിയയിലൂടെ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ്. അത് തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പം നിലവിലുള്ളവർ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നവർ സവിശേഷമായി തോക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾ ഉയരണമെന്നോ താഴണമെന്നോ ഒന്നും അതിനകത്തൊരു കണ്ടീഷനും പാടില്ല. ജനങ്ങൾക്ക് മുന്നിൽ നമ്മളെ അവതരിപ്പിച്ച് നമ്മളെക്കൊണ്ടുള്ള ആ പ്രത്യേകത നമുക്ക് പറയാവുന്നത് അവരോട് പറഞ്ഞ് അവർക്കറിയാവുന്നത് വെച്ച് നമ്മളെ വിലയിരുത്തി നമുക്ക് അവരുടെ അംഗീകാരം നൽകി ഒരു ഭൂരിപക്ഷമുണ്ടായി ഒരു സമിതി ഉണ്ടായിത്തീരുകയാണ്. അതുണ്ടായിത്തീരുമ്പോൾ ഈ വഴക്ക്, തമ്മിൽ തർക്കം, ഏറ്റുമുട്ടൽ, അത്തരം ഫിത്തനകൾ ഉണ്ടാകാതിരിക്കാൻ അതിൻ്റെ ആളുകൾ വളരെ ശ്രദ്ധാപൂർവമായി കരുതലുണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതിലുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വലിയ അഡ്വാൻറ്റേജ് ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ഇതിനൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവും, ഒരു വാർഡ് ഉണ്ടാവും, കുറച്ച് മേഖലയുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെയുള്ള ആളുകളോട് ഞങ്ങളെ ജയിപ്പിച്ചാൽ അല്ലെങ്കിൽ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ അടുത്ത 3 വർഷം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ്. എൻ്റെ ഈ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് മയക്കുമരുന്നോ ലഹരിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാം. വിധവകളായ സ്ത്രീകൾക്ക് എന്തെങ്കിലും സഹായം എത്തിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കക്കൂസില്ലാത്തവർക്ക് എന്തെങ്കിലും ആരെങ്കിലും കണ്ട് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അതിന് ഞാൻ ശ്രമിക്കാം. പിന്നെ ഭക്ഷണ സാധനങ്ങളില്ലാത്ത വീടുകളാണെങ്കിൽ, വളരെ അതിദയനീയമായതാണെങ്കിൽ അതിനെന്തെങ്കിലും ഏർപ്പാടുണ്ടാക്കാം. ഇങ്ങനെ കുറേ കമ്മിറ്റ്മെൻറ്റുകൾ
അവർ നിൽക്കുന്ന പ്രതലത്തിലും ഈ മഹല്ലിൽ ആകെയും നൽകേണ്ടി വരും. അവരുടെ മുന്നിൽ എപ്പോഴും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്, ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം വരും. അതല്ലാതെ എൻ്റെ മഹത്വം കൊണ്ടും ജന്മഗുണം കൊണ്ടും എന്നെ എന്തോ ഭയന്നും ഒക്കെ ഞാനങ്ങ് ആയിത്തീരുന്നതാണ് എന്ന് വിചാരിക്കുന്നൊരു ഭാവം ഗുണകരമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നാളെ അവർ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായൊരു സർക്കാർ ഇറങ്ങുന്നത് പോലെ പ്രോഗ്രസ് കാർഡ് കാണിക്കേണ്ടി വരും. അപ്പോൾ പറയും, ഞങ്ങൾ കയറിയപ്പോൾ ഇങ്ങനെയായിരുന്നു ആ മസ്ജിദ് അല്ലെങ്കിൽ ആ ദേവാലയം, ഞങ്ങളിതാ ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇന്ന പുരോഗതി ഉണ്ടാക്കി, ഇന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്തി, ഇന്ന ഗുണങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെയുള്ള നന്മകൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇറങ്ങിപ്പോകാനും കഴിയും. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു ജനാധിപത്യപരമായ പ്രക്രിയ തന്നെയാണ് നല്ലത്. ഇപ്പോൾ ചിലർ പറയും അതിനൊരുപാട് സാമ്പത്തിക ചെലവ് പള്ളിയുടെ. ഒരു കാര്യമില്ല, അതിനൊക്കെ ഇപ്പം മെക്കാനിസം ഉണ്ട്. ഒരാൾ മത്സരിക്കുന്ന ആൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ അതിനൊരു തുക നിശ്ചയിച്ചാൽ, കെട്ടിവെക്കുന്ന തുക എന്നുള്ള രീതിയിൽ പള്ളിക്ക് കൊടുക്കുന്ന ഒരു ഹദിയ പോലെ നിശ്ചയിച്ചാൽ അതിന് 4-5 ലക്ഷം രൂപയെങ്കിലും അതിൽ വരുമാനം കിട്ടും. ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഇലക്ഷൻ സുഖമായി നടന്നാൽ ബാക്കി 3 ലക്ഷം രൂപയ്ക്ക് അത് പള്ളിയിലേക്ക് കൈമാറാം. ചില പള്ളികളിൽ 15ഉം 20ആം തീയതിയും കഴിഞ്ഞ് ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്ന ഇടങ്ങളിൽ ഈ ഇലക്ഷൻ കഴിയുന്ന മാസത്തിലെങ്കിലും 1-ാം തീയതി ശമ്പളം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതികളെ ശ്രദ്ധാപൂർവം, പിന്നെ അതിനകത്തുനിന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി പള്ളിയിലെയൊക്കെ പോലെ ഉസ്താദന്മാരെ മാറ്റി, വിറക് വെള്ളിയരെ മാറ്റി, അവരെ മാറ്റി, ഇവരെ മാറ്റി, അത്തരമൊന്നുമുള്ള അനീതി പാടില്ല. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ്. അതായത് പടച്ചതമ്പുരാൻ എങ്ങനെയാണോ തുല്യ പദവി നൽകിയത് അതേ തുല്യ പദവി. അത്തരത്തിൽ അതിനെ കണ്ടാൽ അത് ഗുണകരമാകുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്.